നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഫുള്ളും കാണുന്നത് രേണു സുധി. രേണു ഇപ്പോൾ ചാനലിലൂടെയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എത്രയൊക്കെ സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നു. നമ്മളിതുവരെയും കണ്ടതൊന്നുമില്ല. ജിൻഡോയുടെ കൂടെയോ ആരുടെയൊക്കെ കൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ രേണു സുധി ഇപ്പം തിളങ്ങി നിൽക്കുകയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ രേണു സുധി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് രേണു സുധി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ഇൻ്റർവ്യൂവിൽ നിന്നും പോസിറ്റീവായ കമൻറ്റുകളൊന്നും കാണാനില്ല. ഫുള്ള് നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ രേണു സുധി ഉയരങ്ങളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രേണു സുധി വീണ്ടും ഇൻ്റർവ്യൂ കൊടുക്കുന്നു. യൂട്യൂബർമാരെ കൊണ്ടുവന്ന് പോലും അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഫിറോസിനെ കുറിച്ചും നല്ലൊരു മനുഷ്യനാണ്, വീട് വെച്ചു കൊടുത്ത ഫിറോസിനെ, ബിഷപ്പിനെ, സുധിയുടെ കൂട്ടുകാരനായ താജ് എന്ന് പറയുന്ന താജ് രംഗത്ത് വന്നിട്ടുണ്ട്. ഫിറോസിനെയൊക്കെ പറയുന്ന കണ്ടപ്പോൾ താജിൻ്റെ കയ്യിലും കുറേയൊക്കെ റെക്കോർഡുണ്ട്, ഇവരെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും കിച്ചുവിനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ താജ് ചോദിക്കുന്നുണ്ട്. മുമ്പലത്തെ കാര്യങ്ങളൊക്കെയാണ്. ശരിയാണ്, മുമ്പലത്തെ കാര്യങ്ങളൊന്നും മറന്നു പോകത്തി. താജ് ഈ കിച്ചുവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. ആ സമയത്ത് കിച്ചുവിനെ കുറിച്ചൊക്കെ ഒരുപാട് രേണുവൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ആ വാക്കുകൾ താജ് കിച്ചുവിനെ വിളിക്കുന്ന ഇതൊന്ന് കാണാം. കിച്ചുവിനെ വിളിച്ചു നോക്കി, പക്ഷേ കിച്ചു ഫോൺ എടുത്തില്ല. ഏതായാലും അവരെല്ലാം തിരക്കുള്ളവരില്ല, എല്ലാം സെലിബ്രിറ്റി ആകുമ്പോൾ ചിലപ്പം എടുക്കാഞ്ഞായിരിക്കും. എന്നെ തിരിച്ചും വിളിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ലൈവായിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വിളിക്കാം. എടുക്കുമോ നമുക്ക് നോക്കാം. ഞാൻ കിച്ചുവിനെ വിളിക്കാൻ പോകും, ലൈവായിട്ട് വിളിക്കാൻ പോവുകയാണ്. എടുക്കുമോ നമുക്ക് നോക്കാം. ഹലോ, കിച്ചുമോനെ, താജ്മാമനാ. ഞാൻ നിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു മോനെ? ഞാനേ ആന്ധ്രാപ്രദേശിലൊക്കെ ആയിരുന്നു, പോയിട്ട് വന്നേ ഉള്ളായിരുന്നു. ആന്ധ്രാപ്രദേശിൽ എവിടെ പോയ മോനെ? എവിടെ പോയ ആന്ധ്രാപ്രദേശില്? കാളഹസ്തിയിൽ അമ്പലത്തിൽ പോയി. മോനെ, ഞാന് എന്നെ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നു മോനെ. നോർത്ത് പോയി ഞാൻ ഒന്നിനും ഇല്ല. അല്ല മോനെ, ഞാൻ മോനറിയാലോ, ഞാൻ മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ? കിച്ചു പറയണ കിച്ചു ഇതിനൊന്നിനും ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറിയാലേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കിച്ചും കൂടെ കുറച്ചൊന്നൊരിതായി നിൽക്കണ്ടേ. അല്ലാതെ പിന്നെ കിച്ചു ഒന്നുമില്ല പേടിച്ച് ഇങ്ങനെ മാറി നിന്നാൽ 21 വയസ്സൊക്കെ ആയില്ലേ, ഇനി കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ. ഈ ആളുകളെ ഇട്ട് വീട് കൊടുത്ത മനുഷ്യന്മാരെയൊക്കെ ഇട്ട് കരിപ്പിക്കുമ്പോൾ കിച്ചും കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. പേടിക്കണതാരാ? പേടിക്കേണ്ട കാര്യമില്ല. ആ സഹായിച്ച് എന്നെ സാറേന്ന് വിളിച്ച് പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ ഓർത്ത് നോക്കി. എനിക്ക് ഭയങ്കര വിഷമായി പോനെ. കാരണം ഞാൻ നിന്നെ തൊട്ടിലേക്ക് കിടത്തിട്ടുള്ളപ്പോ എനിക്ക് നിന്നെ അറിയാവുന്ന. പിന്നെ അതുപോലെ ഇളയ കുഞ്ഞിനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരെന്നറിയാം എന്നെ ഇത് കണ്ടു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സഹായം ചെയ്തവരും ചെയ്യാണ്ടിരിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് പറയും നമ്മൾ എന്തിനാ ഇങ്ങനൊക്കെ. ശരിയല്ലേ മോനെ? ആ വീട് ചോരുന്നെന്ന് മോൻ തോന്നിയിട്ടുണ്ടോ? മോനെ നിനക്ക് വേണ്ടി പറഞ്ഞു തന്നെ വീടാ എന്റെ പൊന്നു മോനെ. മോന് വേണ്ടി പറഞ്ഞു തന്നെ വീടാ. മോൻ അവിടെ നിക്കണം. മോനിപ്പോ പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം. മോന്റെ അനിയനും വേണ്ടി പറഞ്ഞു തന്ന വീടാ. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാ. കാരണം മോൻ അത്രയും ഇല്ല, അമ്മയില്ല. അതുകൊണ്ട് എനിക്ക് മോനോട് ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് മോനെ മൊത്തവും. മോനറിയാമല്ലോ. മോനെ പറ്റി പറഞ്ഞ വാക്കുകളെല്ലാം ഈ താജിന്റെ കയ്യിലുണ്ടെന്നാണ് പറയണത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ കിച്ചു പറയുന്നുണ്ടോ എനിക്കറിയാമെന്ന്. അപ്പോൾ ഒരുപാട് കിച്ചുവിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് മനസ്സിൽ പേടിയായിട്ടുണ്ട്. ഇതെന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും, അങ്ങനെയൊക്കെ ഉള്ള ഇതായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ. മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തൊക്കെ പറ്റി എന്നോട് പറഞ്ഞു എനിക്കറിയാം.
നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം. നിനക്കൊരു 500 രൂപ അവർ തരുമ്പോൾ എന്തൊക്കെ പറയുന്ന എനിക്കറിയാം. എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ഞാൻ മോനോട് പറഞ്ഞില്ല, മോനെ മുടി വെട്ടി വെക്കണെന്ന് പറഞ്ഞിട്ടില്ലയോ? അത് എനിക്ക് എന്തോ ഇഷ്ടം കൊണ്ട് മോനോട് പറയുന്നത്. നല്ല പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൻ എന്നെ വിളിക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി. ഓക്കെ മോനെ, ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു മോനെ. കിച്ചു ഇപ്പൊ ബൈക്ക് എടുത്തോണ്ട് പോയാലും കാർ എടുത്തോണ്ട് പോയാലും അതുപോലെ പൈസയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങി പോകുമ്പോൾ മറ്റുള്ളവരടുത്ത് പറയും. അത് പപ്പ പറയണ കാര്യമാണ് കൂടുതൽ വന്നിരിക്കണം. പപ്പ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ പപ്പയുടെ കാര്യമാണ് പറയണത്. സുധി പൊന്നു പോലെയാണ് ഈ മോനെ കൊണ്ട് കിടന്ന. ഷൂട്ടിങ്ങിന് പോകുമ്പോഴായിരുന്നാലും തറയിൽ വെക്കൂല, ആ കണക്കിനാണ് ഈ കുട്ടിയെ കൊണ്ട് കിടന്നത്. അമ്മയില്ലാത്തതല്ലേ, ഇപ്പം അച്ഛനും കൂടെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ കിച്ചുവിനുള്ളത് കിച്ചുവിൻ്റെ അച്ഛൻ്റെ ആൾക്കാരാണ്. അവർ പൊന്നുപോലെയാണ് നോക്കണം, അച്ഛൻ്റെ ജ്യേഷ്ഠനും അച്ചാമ്മയും എല്ലാവരും. അപ്പം നല്ലതുപോലെ ആയിരുന്നിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ വന്ന് കിച്ചുവിന് വന്ന് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹം കാണൂലേ? അവർക്ക് വേണ്ടി വെച്ച വീടല്ലേ, ആ 2 തപ്പനും കിച്ചുവിനും വേണ്ടി വെച്ച വീടാണ്. അപ്പം അതിനകത്തൊരു വൃത്തിയില്ല, അങ്ങനെയൊക്കെ ആക്കി അങ്ങ് വീട് നശിച്ച്. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂവിന് രേണു വിളിച്ച് വീട്ടിൽ വരുന്ന ആ സമയത്ത് എല്ലാം അടുക്കി പറക്കി വെച്ചു. ഈ പപ്പ മോളും കൂടെ വെളുപ്പിക്കണ വീഡിയോ ഉണ്ട് കേട്ടോ, നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ പറഞ്ഞു വൃത്തിയില്ല, അതില്ല. അപ്പം പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കള്ളമാണ്, ഞാൻ പറഞ്ഞ കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പപ്പ കുട്ടി ഷൂട്ടിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം പപ്പ കാണിച്ചു തരും വീട്. ഷൂട്ടിന് പോകാൻ അത്യാവശ്യപ്പെട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഭയങ്കര തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്, എന്തോ ആവട്ടെ. അപ്പം ഇനിയിപ്പോൾ പപ്പ കൊണ്ട് നടന്ന് വീടുകളൊക്കെ കാണിച്ചു തരും, അത് കാണാമെന്നാണ് പറയണത്. ഈ ഭിത്തി ഒന്ന് നോക്കും, ഈ നനയുന്ന വശം മുഴുവൻ തേപ്പും ഈ പെയിൻറ്റും പോകുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് തേപ്പ്, കണ്ടോ? ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ട വീട് തേച്ച് വെച്ചിരിക്കുന്ന രംഗങ്ങളാണ് പറയണത്. അവർ പറയണ കുമ്മായ അഴുക്ക് അങ്ങേ അറ്റത്തെ കുമ്മായം എന്ന് പറയാനും പറ്റൂല. അപ്പം അതിനൊക്കെ പണ്ടൊക്കെ നമ്മളെ വീടൊക്കെ പപ്പയുടെ വാക്കുകൊണ്ടാണ് ഞാൻ പറയണത്. പണ്ട് നമ്മളെയൊക്കെ വീട്ടിൽ ഈ ചാണാൻ ഒഴുകിയിട്ട് ചേടിയിട്ട് തേക്കുമെന്ന് പറയും. ഈ കുളത്തിൽ ചിറയിലൊക്കെ പോയി നമ്മൾ ചേടി വാരിക്കൊണ്ട് വരും, അവിടെ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കണം. ആ ചേടി കൊണ്ടിട്ട് തേച്ചതുപോലെയാണ് ഈ പപ്പ പറയണത്. പപ്പ ചെന്ന് നിന്നും കൊണ്ട് പപ്പ ദാ ഇങ്ങനെ ഇനി നഖത്തിലെന്തോ വെച്ച് കെട്ടിയിരിക്കണമായിരിക്കും, ബ്ലേഡോ അങ്ങനെ എന്തോ ഒരു ഇരുമ്പ് സാധനവും കണ്ടാണ്. അത് കൊണ്ടിട്ട് പപ്പ മാന്തുന്നുണ്ട്. മാന്തി പപ്പ ഫുള്ള് ഇത് കുമ്മായം മാന്തി വലിച്ചെടുത്ത്. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മളെ വീട് നമ്മൾ സൂക്ഷിക്കൂലേ, ഇങ്ങനെ ചെന്ന് ഇന്ന് തോണ്ടി അത് നശിപ്പിച്ചിട്ട് എന്തിനാണ് അവർ പണിത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പ ഫുള്ള് ഇങ്ങനെ മാന്തി ആ ചെവരി ഭിത്തി മൊത്തത്തിൽ മാന്തി വെച്ചിരിക്കുന്നു. അല്ലാതെ കുട്ടികളൊന്നും അല്ല കേട്ടാ നശിപ്പിച്ചത്, പപ്പായാണ്. ചുമ്മാ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക, ഇങ്ങനെ പോകും. ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു പിന്നെ ഇത് ഉണ്ടാക്കിയ ആളെ ഇകഴ്ത്താനൊന്നും പ്ലാനില്ല. പപ്പ ഫുള്ള് മാന്തി അടത്തെടുക്കുകയാണ്. എന്നിട്ട് പറയണേ ഇത് ഉണ്ടാക്കിയ ആളിനെ ഇകഴ്ത്താനൊന്നും പപ്പയ്ക്ക് താല്പര്യമില്ല, പപ്പയ്ക്കും രേണുവിനും താല്പര്യമില്ല. പറഞ്ഞതിന് ശേഷം പോയി മൊത്തത്തിൽ അടത്ത് വാരിയിടണം. കാര്യമില്ല. അങ്ങനെ ഈഴത്തുന്ന ഒരാളുമല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങളിത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിത് ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇതുണ്ടാക്കിയ ആൾ കൂടെ ഫിറോസ് എന്ന് പറഞ്ഞ KHDC അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി. അദ്ദേഹത്തിന് സാറേ എന്നല്ല ഞാൻ അഭിസംബോധന ചെയ്തില്ല, അറിയോ? അങ്ങനെ
പറയാനുള്ളത്. ഫിറോസിനെ സാറേന്നാണ് അഭിസംബോധന ചെയ്തത് ഇത്രയും നാളും. ഇപ്പം ഇയാള് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പപ്പ വിളിക്കണത്. അപ്പം ഈ സാറേന്ന് വിളിച്ച കൊണ്ട് നീ അങ്ങനെയൊക്കെ ഉള്ള രീതിക്കൊക്കെയാണ് ഇപ്പം പപ്പ വിളിക്കണേന്നാണ് പറഞ്ഞും കൊണ്ടാണ് മൊത്തത്തിൽ മാന്തി പൊളിച്ച് മൊത്തം പപ്പ ഒരേറ്റ ഇളക്കി ഇതിലൂടെ കാണിക്കാൻ വേണ്ടി, വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ വേണ്ടി പപ്പ ഫുള്ള് നശിപ്പിച്ച്. അല്ലാതെ ആ ഹൃദപ്പനൊന്നും തുടയൊന്നുമില്ല, ഈ പപ്പ മൊത്തം നശിപ്പിച്ചെന്ന്. ഒരു വ്യക്തി ഇതുപോലുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ്, ചോരുന്നില്ല, അത് 200% എനിക്ക് ഉറപ്പുണ്ടെന്ന്. പുള്ളി ഇത് വന്ന് കണ്ടിട്ട്, ഈ സാധനം വന്ന് കണ്ടിട്ട് ഇതൊന്ന് അന്ന് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇത് വേണ്ട, ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാൻ അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഓട്ട ഒരു വശം മാന്തി പൊളിച്ചിട്ടിട്ട് അടുത്ത വശത്തോട്ട് ഓടണം. ഇത് ഈ മാന്തി പൊളിച്ചിടണമെന്ന് പറഞ്ഞാൽ വെള്ളം നനഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും വീടും അങ്ങനെ തന്നെ അത് ശ്രദ്ധിക്കണം. മണ്ടയിൽ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വല്ലപ്പഴ കയറി തൂത്തുവാരുകയോ അതിൻ്റെ പായൽ വൃത്തിയാക്കുകയോ അവിടെ ക്ലീൻ ചെയ്യണം. അതുപോലെ ഈ ഓവിന്ന് വെള്ളം വീഴുക, ആ ഓവൊക്കെ ഒന്ന് വൃത്തിയാക്കണം പപ്പ. കേട്ടാരേണു, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇത് ചുമ്മാ വീട്ടിനകത്ത് കയറി ഇരുന്നും കൊണ്ട് അവരുണ്ടാക്കിയ ഭിത്തി മാന്തി പൊളിച്ച് ബാക്കി കാണാം. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടി കിട്ടും. ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി വശം നോക്കാം. ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല, അവരുടെ നമ്പരും ഇല്ല ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. എല്ലാം സ്പോൺസറിങ് എന്നാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ KHDC ചെയർമാൻ ഈ വീട് പണിയെന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ മതിൽ നിങ്ങൾ കാണുക, ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഓളോ പീസ് കെട്ടി ഇത്രയും പൊക്കത്ത്, ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? 6 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല. കാരണം മതിൽ പൊട്ടിയിരിക്കണമെന്നു. ഇതിപ്പോൾ 1 വർഷമായി മതിൽ കെട്ടിയിട്ട്. മതിലിനും വ്യത്യാസം വരും. അത് നിങ്ങളെന്തോ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് അവരെടുത്തല്ലേ വിളിച്ച് പറഞ്ഞ് ചെയ്യിക്കാനുള്ളത്. അവർ വീട് പണി നല്ല അന്തസ്സായിട്ട് തന്നെ ചെയ്തിട്ട് പോയി. പിന്നെ നിങ്ങളെന്തോ ചെയ്യണം, അത് നിങ്ങളാണ് ചെയ്യാനുള്ള. മതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് പണിക്കാരെ വിളിച്ച് അത് ചെയ്യേണ്ട കടമ നിങ്ങൾക്കാണ്. അതിന് കൊണ്ടുവന്നു മതിൽ കാണിക്കുന്നുണ്ട്. ഇല്ല എന്തരായില്ല, ദാനം കൊടുത്തെന്നാണ് ഇപ്പോഴും പറയണത്. ദാനം ചെയ്തു മോളെ പേരിലായിരുന്നിരുന്നെങ്കിൽ ഇപ്പം ദാനം ഒന്നും പറയില്ല. അല്ല ഇപ്പം ഈ കുട്ടികളെ പേരിലോട്ട് എഴുതി കൊടുത്തതാണ് അപ്പം അപ്പയ്ക്ക് പ്രശ്നം. കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്നത് ഇത് പോവോ? ഞാൻ കണ്ടോ? എന്നിട്ട് ഇവിടെ ഇത് മര്യാദയ്ക്ക് ചൊവ്വയെ കെട്ടി വെച്ചിരുന്നെങ്കിൽ ഇത് പോകൂലായിരുന്നെന്നാണ് പറയണത്. അത് എല്ലാവരുടെ വീട്ടിൻ്റെ മതിലും അങ്ങനെ തന്നെ വീട്ടിൽ വെള്ളം വന്ന് അത് തൂളിയടിച്ച് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളവിന്നിരിക്കും. നിങ്ങളാണ് ചെയ്യാനുള്ളത്. അല്ലാതെ വീണ്ടും അവരെ എല്ലാം ഇട്ട് ബുദ്ധിമുട്ടിച്ച് അവരെ സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കുകയല്ല ചെയ്യാനുള്ളത്. വെള്ളം വന്ന് മതിലിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും. അതുകൊണ്ട് ഞാൻ മേലാത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലേ വന്ന് ഇവർ വെച്ച് തന്ന ഓവ, ആ ഓവത്തിൻ്റെ ഇതിൽ പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കുഴിച്ച് വെച്ചിരിക്കുക. അങ്ങോട്ട് പോകുമായിരുന്നത് മൊത്തം ഇടിഞ്ഞേനെ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങനെ വെച്ചിട്ട് ചെടി പോലും ഞങ്ങൾക്ക് വെക്കാൻ മേല. അത് മതിലിൻ്റെ കാര്യം അങ്ങനെ. മതിൽ ഇവിടെ ഫ്രണ്ട് ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്, അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. അത് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടിയിൽ സാധാരണ ഒരു മതിലോ അല്ലെങ്കിൽ ഒരു തറയെന്ന് പറഞ്ഞ സ്ഥലം കരിങ്കല്ല് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തെ കെട്ടത്തുള്ളൂ നമ്മൾ മനുഷ്യരാക്കി. അത് അല്ലെ പൊക്കം കുറഞ്ഞാണെങ്കിൽ ഇത് മാത്രം കെട്ടാം. അതൊന്നും അല്ലാതെ അടിയിൽ ഈ കട്ട കൊണ്ട് തന്നെ ഈ സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെ കെട്ടി ഇത്ര മണ്ണ് ഇട്ടപ്പോഴാണ് ഇത് പോകുന്നത്. അവർ തന്നെയാണ് മണ്ണ് വലിച്ചത്. അതുപോലെ തന്നെ പിന്നെന്തോന്ന് സിമെൻറ്റ് കട്ടയില്ലാതെ പിന്നെ എന്തൊരുകൊണ്ടാണ് മതിൽ കെട്ടാനുള്ളത്? ഇവിടുത്തെ ഈ പുല്ലൊന്നും വെട്ടി പറിക്കത്തില്ല, കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കത്തുള്ളൂ. കാരണം മണ്ണിളകി കഴിഞ്ഞാൽ
ഇവിടെ നിന്ന് വീഴുന്ന വെള്ളം വന്ന് ഈ മതിൽ മൊത്തം പോകും. അതുകൊണ്ട് ഞാൻ ആ പുല്ലും ഇങ്ങനെ ചെത്തി വെച്ചിരിക്കും. ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്ന പറഞ്ഞ വെള്ളം ഇതിലേ അതിലേ പോകാതെ ഇടിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി വളരെ വിഷമിച്ച് ആണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. അന്നേരമാണ് സോഷ്യൽ നമ്മൾ വളരെ വിഷമിച്ചാണ് കഴിയണേന്ന് പപ്പ ഇവിടെ കയറിയിരുന്നത്. രേണു കള്ളം പറഞ്ഞു. ഇനി ചോർച്ചയുടെ കാര്യം അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം. ഇത് ചോർച്ചയാണ്. ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലകത്തോടെ അടിക്കത്തില്ല. അതൊന്ന്. എന്റെ പൊന്നു പപ്പ, നിങ്ങളെ കൊണ്ട് പറ്റൂലേ ഒരു ഗ്ലാസ് ഇടാൻ? അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല, ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം. അത് അവരുടെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കണതാണ്. ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുന്നപ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി താന്ന് നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഓടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വീണതും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ അവനെ പഠിപ്പിക്കണം, അവനെ വളർത്തണം. അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ അല്ല വീട്. ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്ര പിന്നെ പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് ഇട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകും. ജനങ്ങളെ അറിയിക്കാനും. കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ രേണുവും പെട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ചിരിക്കുക. അവിടെ ഇവരെ ഇറക്കി വിടണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ഇട്ടെന്നൊക്കെയാണ് പറയണത്. ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കഴിവുള്ള അത് ഉത്തരവാദിത്തപ്പെട്ടവൻ വരെ 6 ആയില്ല, ആകട്ടെ, വരട്ടെ. അവനെ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ. നമ്മളെ രേണു വാങ്ങിച്ചു. കിച്ചുവിനെ പോലെ അതേ ഇതിലുള്ള ഒരു ആളാണ് ഋതപ്പൻ. ഋതപ്പന്റെ കാര്യമാണ് പറയണത്. ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത് എന്റെ പപ്പായെ പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തോ, നിങ്ങൾ സംരക്ഷിച്ചോ. ആരാണ് കുട്ടിയെ നോക്കാനുള്ള? കുട്ടിയുടെ അമ്മയാണ് കുട്ടിയെ നോക്കാനുള്ളത്. അത് എത്രയോ പേര് ജോലിക്ക് പോണവരുണ്ട്, സ്കൂളുകളിലാക്കിയിട്ട് പോണവരുണ്ട്, അംഗൻവാടിയിലാക്കിയിട്ട് പോണവരുണ്ട്, മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ട്. അപ്പം പിന്നെ അതും കൂടെ ഫിറോസും ബാക്കിയുള്ളവർ ഏറ്റെടുത്തോളാനാണ് പറയണത്. അവൾക്ക് നോക്കാൻ വയ്യെന്ന് രേണു. നിങ്ങൾ ഏറ്റെടുത്തോന്നേ, മനസ്സിലായി? ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തോ. കാരണം നിങ്ങൾ പറയുന്ന ഞാനൊരു കാര്യം ചോദിച്ചില്ല, ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഈ വീട്ടിൽ അങ്ങനെ നിർത്താൻ പറ്റും? ഞങ്ങളിവിടെ തന്നെ നോക്കണം. എന്തേലും തൊട്ട് ചേർന്നല്ലേ ചേട്ടത്തി താമസിക്കണം എന്ന് പറയണം. അവരും വാടകയ്ക്കാണ് താമസിക്കണേന്ന് പറയണം. ഇവരെ വീട്ടിൽ വരെയും പോവുകയും ചെയ്യും. അപ്പൊ ഈ കുട്ടികളെ എല്ലാം അങ്ങോട്ടാക്കാമല്ലോ. കിടക്കുന്നുണ്ട്. ഞങ്ങൾ അഭയാർത്ഥികൾ, എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? പറയുന്നതിനൊരു മാന്യത വേണം. പറയണേനൊരു മാന്യത വേണമെന്നാണ് പറയണത് രേണു. ഋതപ്പനെ നോക്കണ കാര്യം രേണുവിൻ്റെ അപ്പനും അമ്മയാണ് നോക്കണത്. തൊട്ട് ചേർന്നാണ് ചേട്ടത്തി താമസിക്കുന്നത്. ചേട്ടത്തിയൊക്കെ അതിൽ വന്നിന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ഡ്യൂട്ടിക്ക് പോകുമെന്നും പിന്നെ അവരെ മക്കളെയും കൂടെ ഇപ്പുറത്താണെന്നുണ്ട്. ഈ മക്കളെ എല്ലാവരെയും കൂടെ പപ്പയും അമ്മയും കൂടെ പപ്പയും അമ്മയും കൂടെ അങ്ങോട്ട് നിന്ന് ചേട്ടത്തി താമസിക്കുന്ന വാടക വീട്ടിലോട്ടായിരുന്നാലും പപ്പയ്ക്കും അമ്മയ്ക്കും ഈ കുട്ടികളെ എല്ലാം അവിടെ നിന്ന് വേണമെങ്കിലും നോക്കണമെന്നുള്ളവർക്ക് എങ്ങനെ വേണോ നോക്കാം. അപ്പം ഈ വീട്ടിൽ ആരൊക്കെ ആവും? കിച്ചുവും രേണുവും ഋതപ്പനും ആവുമായിരുന്നു. എന്നിട്ട് ആ വീടും വൃത്തിയാക്കണം. വെളുപ്പാങ്കാലത്തെ എഴുതിച്ച് എത്രയോ സ്ത്രീകൾ ജോലിക്ക് പോണവരുണ്ട്. എന്തെല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് മക്കളെ സ്കൂളിൽ അയക്കണോ അതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം ഒതുക്കി പറക്കിയിട്ട് അങ്ങനെ വീട് വൃത്തിയാക്കിയിട്ട് ഇറങ്ങി ഷൂട്ടിനാണെങ്കിൽ ഷൂട്ടിന് പോകണം. അപ്പം പിന്നെ തൊട്ടപ്പുറത്ത് ചേട്ടത്തി ഉണ്ടെങ്കിൽ ആ വീട്ടിലോട്ട് പോയാലും അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ പോയി നിന്ന് അങ്ങനെ വേണമെങ്കിൽ അടുത്തടുത്തല്ലേ താമസിക്കുക. അപ്പം ഈ വീടും വൃത്തിയാക്കി സൂക്ഷിക്കാം. അത് ഇനിയിപ്പോൾ അവരവരെ ഇഷ്ടം എവിടെയാണ് നിൽക്കണേ നമുക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രേണു ഇതൊക്കെയാണ് രേണുവിൻ്റെ കാര്യങ്ങൾ. രേണു അഭിനയങ്ങളും ആയിട്ടങ്ങ് തകർത്ത് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നു. നല്ല കാര്യം തന്നെ. ബിഗ് ബോസിൽ പോവുകയോ അഭിനയിക്കാൻ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ആ ഒരു കുട്ടിക്ക് വിഷമമായ രീതിക്ക് കിച്ചുവിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ കിച്ചുവിൻ്റെ കാര്യം മാത്രമേ ആളുകൾ പറയുന്നുള്ളൂ. ഋതപ്പൻ്റെ കാര്യം 2 മക്കൾക്കും കൂടിയാണ് വീട് കൊടുത്തതെന്ന് ഫിറോസും ബിഷപ്പ് ഇപ്പോൾ
പുരയിടം കൊടുത്ത ബിഷപ്പും ഒക്കെ പറയുന്നുണ്ട്. ബിഷപ്പിനും സങ്കടകരമായ ഇതാണ് രേണു ഇതിലൂടെ വന്ന് രേണുവും പപ്പയും കൂടെ അങ്ങ് മെഴുകി. പപ്പ പിന്നെ വായി തോന്നണേന്ന് പറയണത്. അതുപോലെ തന്നെ ഫിറോസിനെ കുറിച്ചും താജിനെ കുറിച്ചും അതിലുള്ള സംഘടനകൾ ഫുള്ളും കളിയാക്കി കുട്ടിയെ നോക്കാൻ ആളില്ല എന്ന് പറയണ ഇതങ്ങ് നിർത്തുക. കുട്ടിയെ നോക്കാം അമ്മയും പപ്പയും അപ്പുറത്തെ വീട്ടിലോട്ടായിരുന്നാലും അവിടെ ചെന്ന് നിന്നായിരുന്നാലും കുട്ടികളെ എല്ലാവരെയും എത്ര മക്കളുണ്ട് അവരെ വേണമെങ്കിലും നോക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ രേണു ഷൂട്ടിന് പോണ സമയത്ത് എത്രയോ പേര് കൂടെ മക്കളെ കൊണ്ടുപോകണവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, പഠിക്കാൻ വിടണവരുണ്ട്. സാധാരണ അമ്മയുടെ കടമ തന്നെയാണ് മക്കളെ നോക്കണം. അല്ല നിങ്ങളെന്നാ നോക്കിക്കോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ ചെയ്യണ്ട. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നാറ്റിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. സഹായിച്ചവരെ ഉപദ്രവിക്കുന്ന ഒരു വേലയാണ് രേണുവും പപ്പയും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.